عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغن عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين. صدق الله. നാം പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് പറയുകയാണ്. നിലവിൽ 3 പ്രവാചകന്മാരും രാജാവും ആ നാട്ടിലെ നാട്ടുകാരും തമ്മിലുള്ള സംസാരമായിരുന്നു. ആ സംസാരങ്ങളെയും വാഗ്വാദങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ പട്ടണത്തിന്റെ അങ്ങേയറ്റത്ത് കണ്ടുകൊണ്ട് നിന്ന ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു ഈ പ്രവാചകന്മാരെ ആ നാട്ടിൽ അംഗീകരിച്ച ഒരേ ഒരാൾ. ഈ നാട്ടുകാരും അവിടുത്തെ രാജാക്കന്മാരും രാജാവിന്റെ പരിചാരകരും മുഴുവനും എതിർത്തപ്പോൾ ആ പട്ടണത്തിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ പ്രതികരണം എന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹിച്ച് ക്ഷമിച്ചവിടെ നിന്നു. അവരെ തല്ലുമെന്നും കൊല്ലുമെന്നും ജയിലിലടയ്ക്കുന്നതും അവരെ വടികൊണ്ടടിക്കുന്നതും 100 അടി അടിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നതൊക്കെ കണ്ടുനിന്ന് സഹിക്കാൻ വയ്യാതെ ക്ഷമിക്കാൻ കഴിയാതെ നെഞ്ചൂക്കോടുകൂടി കടന്നു വന്നു ജനസമക്ഷം. എന്നിട്ട് പറഞ്ഞു, ആ ഒരു ധീരതയിൽ, ആ ഒരു വാശിപ്പുറത്ത്, ദേഷ്യത്തിലല്ല പറഞ്ഞത്. അവിടെ വന്നിട്ട് വളരെ മയമായി, ലളിതമായി, താഴ്മയോടുകൂടി അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? യാ ഖൗമി എന്ന് വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഓ എന്റെ ജനതേ, ഒന്ന് നിങ്ങൾ അവരെ വഴിപ്പെടൂ. എന്തേ നിങ്ങൾക്ക് വഴിപ്പെടാൻ ഇത്ര വലിയ ഒരു പിന്നോട്ട് മാറൽ, ഒരു മടി എന്താണ്? കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്രയും നാൾ ഈ ക്രൂരതകൾ, മർദ്ദനങ്ങൾ അവർ സഹിച്ച് ഏറ്റുവാങ്ങി, നിങ്ങൾ അടിയും കുത്തും വഴക്കും തരം താഴ്ത്തിയുള്ള വാക്കുകളും ജയിലിലടക്കൽ, ഇതൊക്കെ അവർ പേറിയിട്ട് സഹിച്ച് ക്ഷമിച്ച് നിങ്ങൾക്ക് സദുപദേശം നൽകുന്നുണ്ടെങ്കിൽ ഒരു കൂലി വാങ്ങാതെ, ലാ യസ്അലുഹും അജ്റ, എന്തെങ്കിലും കൂലി അവർ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രതിഫലം ഈ വിഷയത്തിൽ നൽകുന്നുണ്ടോ? നിങ്ങളത് ശ്രദ്ധിച്ചോ? ഒരു കൂലിയും വാങ്ങാതെ, ഒരു പ്രതിഫലവും വാങ്ങാതെ നിങ്ങളെ സത്യമതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഈ മോശമായ ചുറ്റുപാടിൽ നിന്ന്
വളരെ സന്തോഷമാർന്ന റഹ്മാനായ റഹീമായ റബ്ബിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാൻ എത്ര പണിയെടുത്തു അവർ. എന്തെങ്കിലും കൂലി അവർ മേടിച്ചോ? വഹും മുഖ്തദൂൻ, അവർ സന്മാർഗികളാണ്, നിങ്ങൾ അവരെ ഒന്ന് പിൻപറ്റൂ എന്ന് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഒന്ന് പറയുകയാണ്. പിന്നെന്താ സംഭവിച്ചത്? പിന്നെ ആ രാജാവും അവിടെയുള്ള നാട്ടുകാരും പിന്നെ ആ 3 പ്രവാചകന്മാരെയല്ല വേണ്ടത്, ഹബീബുൻ നജ്ജാറിനെതിരെയായി എല്ലാവരും. അത് ശരി, നീയാണല്ലേ ഇവർക്ക് വെള്ളവും വളവും വെച്ചു കൊടുത്ത് നമ്മുടെ മതത്തെ കുറ്റം പറയാനും മോശപ്പെടുത്താനും നമ്മുടെ നാട്ടിൽ നിന്നുള്ള മുഴുവൻ ജനങ്ങളെയും അവരെ മതത്തിലേക്ക് പ്രേരിപ്പിക്കാനും അവരെ പിന്നാലെ കൂടാനും കാരണം നീയാണല്ലേ. നീ ഒറ്റൊരുത്തനാണ് ഈ രൂപത്തിൽ നമ്മുടെ നാട് ഇത്രത്തോളം ഈ ഒരു അന്തരീക്ഷത്തിലാകാൻ കാരണം നിന്റെ പ്രവർത്തനമാണ്. അപ്പൊ നിന്റെ ഇടപെടലാണ് ഈ 3 പേരെയും, ഈ 3 പ്രവാചകന്മാരെന്ന് വാദിക്കുന്ന ആളുകൾക്കിടയിൽ നീയാണ് വെള്ളവും വളവും വെച്ചു കൊടുത്തതല്ലേ. എല്ലാവരും ആർക്ക് നേരെ? ഹബീബുൻ നജ്ജാറിനെതിരെയായി. പിന്നെ പരസ്പരം തർക്കമായി. എല്ലാ ജനങ്ങളും ഹബീബുൻ നജ്ജാറിനെ വഴക്കു പറയാൻ, ക്രൂശിക്കാൻ, മർദ്ദിക്കാനുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പ് നടത്തുകയാണ്. ആ സമയത്ത് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, وما لي لا أعبد الذي فطرني وإليه ترجعون. وما لي لا أعبد الذي فطرني وإليه ترجعون. അവിടെ വളരെ ലളിതമായിട്ട് തന്നെയാണ് അവിടെ മറുപടി പറയുന്നത്. എനിക്കെന്ത് ന്യായമാണുള്ളത്? ഒമാലി, എനിക്കെന്ത് നേട്ടമാണ്, അല്ലെങ്കിൽ എനിക്കെന്ത് ന്യായമാണുള്ളത്, അവകാശമാണുള്ളത്? ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കാതിരിക്കാൻ. ഉമാലിയ ലാ അഅ്ബുദുല്ലദീ ഫത്തറനി, എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? നിങ്ങളൊന്ന് പറയൂ, എന്ത് ന്യായമാണുള്ളത്? എനിക്ക് ഭക്ഷണം നൽകുന്ന റബ്ബ്, ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭക്ഷണം നൽകുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എന്റെ ശബ്ദം കേൾക്കുന്നു, ആവലാദികൾ കേൾക്കുന്നുണ്ട്. ഇത്രയും ഞാൻ ദുനിയാവിന്റെ ഉപരിതലത്തിൽ ജീവിച്ചിരിക്കാൻ ഉദാത്തമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നൽകിയത്, എന്നെ പടച്ചത് ആ റബ്ബാണ്. ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് എനിക്കുള്ളത്? എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച റബ്ബ്. അതെ, ആ റബ്ബിലേക്ക് തന്നെയാണ് നിങ്ങളുടെയും മടക്കം. കേട്ടോ, അവിടെ ഒരു പദപ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഉപദേശിക്കുന്ന ശൈലിയാണ്. ആദ്യം തന്നെ നിങ്ങളെ പടച്ച റബ്ബ് എന്നല്ല അവിടെ പറഞ്ഞത്. എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്കെന്ത് ന്യായമാണുള്ളത്? എനിക്കെങ്ങനെ അതിന് തോന്നും? ഇലൈഹി തുർജഊൻ. അതെ, നിങ്ങളും ഈ കാണുന്ന ഈ പ്രബോധന ദൗത്യവുമായി വന്ന മുർസലീങ്ങളെ, പ്രവാചകന്മാരെ നിങ്ങൾ അവഗണിച്ചല്ലോ, നിങ്ങളവരെ തരം താഴ്ത്തി സംസാരിച്ചല്ലോ. ഇലൈഹി തുർജഊൻ, നിങ്ങളും ആ റബ്ബിലേക്ക് തന്നെയാണ് കേട്ടോ നിങ്ങളെയും അടക്കം. നിങ്ങളിപ്പോ അവഗണിച്ചോ, വേണ്ടെന്ന് വെച്ചോ, ഒരു പിടുത്തം റബ്ബ് പിടിക്കും. ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് നിങ്ങൾ എന്ന് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറഞ്ഞു. അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, ഇനിയും നിങ്ങൾ പറയുന്നത് ആ റബ്ബിനെ കൂടാതെ ഒരു ഇലാഹിനെ ഞാൻ സ്വീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്ന ബഹുദൈവാരാധനയിൽ വേരുറച്ചു പോയിട്ട് നിങ്ങളുടെ വാക്കുകൾ ഞാൻ പിൻപറ്റണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത്തഖിദു മിൻ ദൂനിഹി ആലിഹ, അങ്ങനൊരു ഇലാഹിനെ, അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനെ പിൻപറ്റാനാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ്, ബിദുരിൻ, എന്തെങ്കിലും ഒരു പ്രയാസം എനിക്കുണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, എനിക്കൊരു രോഗമോ പ്രതിസന്ധിയോ പ്രയാസമോ
എന്നിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ എന്നിലേക്ക് ചേർക്കാൻ, എന്റെ ജീവിതത്തിലേക്ക് ഇട്ടുതരാൻ എന്റെ റബ്ബ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന, നിങ്ങൾ ഈ ചോദിക്കുന്ന ഈ വിഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ആ വിഗ്രഹങ്ങൾ അവരുടെ ശുപാർശകൾ യാതൊരു ഫലവും ചെയ്യില്ല, യാതൊരു ഫലവും ചെയ്യില്ല. അവർക്ക് എന്നെ രക്ഷപ്പെടുത്താനും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു റബ്ബിനെയാണോ ഞാൻ ഏറ്റെടുക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? ഇല്ല, ഞാൻ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ യാതൊരുവിധ ഗുണവുമില്ലാത്ത, യാതൊരു പ്രതികരണവുമില്ലാത്ത ദൈവത്തെ ആരാധിക്കാനാണോ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിനെ കൂടാതെ ഒരു ഇലാഹിനെ ഏറ്റെടുക്കണമെന്നാണോ പറയുന്നത്? ഇന്നി ഇദല്ല ഫീ ദലാലിൻ മുബീൻ. അങ്ങനെയാണെങ്കിൽ ഇനി ആ നിമിഷം അങ്ങനെ നിങ്ങൾ പറയുന്ന വഴിക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ, സത്യമതത്തെ വിട്ടെറിഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന പാതയിലോട്ടാണ് ഞാൻ എന്റെ പോക്കെങ്കിൽ, എന്റെ വരവെങ്കിൽ, ഇതല്ല ഫീ ദലാലിൻ മുബീൻ. ഇദൻ അന്നേരം ലഫീ ദലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് ഞാൻ, വ്യക്തമായ വഴികേടിലാണ് അവർ എന്ന് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല. ഇതൊക്കെ ഇനി പിടിച്ചു നിന്നിട്ട് കാര്യം. ഇത്രയും നേരം ഒരു ഉപദേശം എന്ന നിലയ്ക്കാണ് ആര് പറഞ്ഞത്? ഹബീബുൻ നജ്ജാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വിശ്വാസം പുറത്ത് ചാടുകയാണ്, അദ്ദേഹത്തിന്റെ പിടുത്തം വിട്ടു. ഇനിയും അവർ നന്നാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഉ, നിശ്ചയമായി ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ബിറബ്ബിക്കും ഫസ്മഊൻ, നിങ്ങളുടെ രക്ഷിതാവിനെ കൊണ്ട്, നിങ്ങളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ. നിങ്ങളാരും വഴിപ്പെട്ടില്ലെങ്കിലും ഈ പ്രവാചകന്മാർ കടന്നു വന്നു, ഇത്രയും നാൾ ത്യാഗം സഹിച്ച്, പരീക്ഷണങ്ങൾ സഹിച്ച് നിങ്ങളെ പ്രബോധനം നടത്തിയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളെ റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഫസ്മഊൻ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവീൻ എന്ന് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു തആല നിങ്ങളും വഴിപ്പെടുക എന്ന് ആര്? ഹബീബുൻ നജ്ജാർ അവിടുന്ന് പറഞ്ഞു വെക്കുന്നു. വിശ്വാസം പുറത്തു പറഞ്ഞു, ഞാൻ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു, റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് ഉപദേശം മാത്രമല്ല, ഞാൻ യഥാർത്ഥ മതത്തെ, ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന മതത്തെ നെഞ്ചോട് ചേർത്ത് അവരെ മതത്തിനോടൊപ്പം ഞാൻ ചേർന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അവരെ മുഖത്തു നോക്കിയിട്ട് ചൊല്ലിയ സന്ദർഭം ഇതാണ്. ഇനി നടക്കുന്നത് വളരെ വേദനാജനകമായ അവസ്ഥയാണ്. ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ യാസീന്റെ ബറക്കത്തുകൾ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.